ഞാൻ എൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡിവിഷനിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ള ഡിവിഷനുകളിലൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സംഘടനാപരമായ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് എന്നെ പാർട്ടി ഏൽപ്പിച്ചത്. ആ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം KPCCയുടെ കൃത്യമായ മാർഗരേഖയുണ്ടായിരുന്നു, നിർദ്ദേശമുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. അത്തരത്തിലാണ് നടക്കേണ്ടത്. അത്തരത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ. പ്രധാനമായും 2 മേയർമാരുള്ള സാഹചര്യത്തിൽ KPCC തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു മാനദണ്ഡം നിൽക്കുന്നു. മറ്റൊന്ന് മുതിർന്ന നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? അല്ല, അതിൽ KPCCയുടെ മാർഗരേഖയിലുള്ള അത് ഇവിടെ ഒരു തർക്കം വന്നാൽ, ഒന്നിലധികം പേർ വന്നാൽ KPCCക്ക് വിടുക, അല്ലെങ്കിൽ അവിടുന്ന് ഉള്ള നിരീക്ഷകൻ വന്ന് ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. അത്തരത്തിൽ നടന്നില്ല. ഇപ്പോൾ അതിലേറ്റവും എനിക്ക് മറ്റുള്ള ഒരു കാര്യത്തിലും പരാതിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ആരൊക്കെയോ എനിക്ക് പിന്തുണ കുറവായിരുന്നു എന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ അതെനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം പിന്തുണ അറിയണം എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു രഹസ്യ വോട്ടെടുപ്പ് നടത്തണമായിരുന്നു. അത്തരത്തിൽ നടത്താൻ പറഞ്ഞപ്പോൾ അത് നടത്തേണ്ട ആവശ്യമില്ല എന്നും പിന്നീട് കോർ കമ്മിറ്റി കൂടി ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാകുമെന്നുമായിരുന്നു DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. DCC പ്രസിഡന്റാണ് പ്രധാനമായി പറഞ്ഞത്. പിന്നെ അന്ന് ഈ അഭിപ്രായ വോട്ടെടുപ്പിന് വന്ന് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും N വേണുഗോപാലും. അപ്പോൾ കോർ കമ്മിറ്റി വിളിച്ച് പിന്നീട് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് പോകും എന്ന് ആണ് പ്രതീക്ഷിച്ചത്. അത് അത്തരത്തിലുണ്ടായില്ല. അത് മേയറാകുകയോ ആകാതിരിക്കുകയോ ഒന്നും എന്നെ സംബന്ധിച്ച് വലിയ ഘടകമല്ല. പക്ഷേ KPCCയുടെ മാനദണ്ഡം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കപ്പെടേണ്ടതാണ്. ഏറ്റവും അധികം വോട്ട് കിട്ടുന്ന ആൾ മേയറാകണമെന്നും ടൈ വരികയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യണമെന്നുമാണ് KPCCയുടെ മാനദണ്ഡം. ഇപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ വിമർശനങ്ങൾ രൂക്ഷമാകുന്നുണ്ട്. DCCക്കെതിരെ വിമർശനങ്ങൾ രൂക്ഷമാകുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ സാഹചര്യത്തിൽ ഒരു റിവൈസ് ചെയ്താൽ എന്തായിരിക്കും മാമിന് പറയാം? അതൊന്ന് റിവൈസ് ചെയ്താൽ എന്തായിരിക്കും മാമിന് പറയാം? ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ ആവശ്യങ്ങളോ എൻ്റെ പരാതികളോ അങ്ങനെയൊന്നുമില്ല. തീരുമാനിക്കേണ്ടതൊക്കെ തീരുമാനിച്ചോട്ടെ. പക്ഷേ KPCC നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണം എന്നുള്ളതാണ് KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പം VK മിനിമോൾ അല്ലെ ഷൈനി മാത്യു, ഈ 2 പേർക്കായിട്ട് ഇത് ഷെയർ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഈ പറയുന്ന മാനദണ്ഡം ഉണ്ടായിരുന്നു. അതായത് ഒന്നുകിൽ ഈ ടൈ വരിക, അതല്ലെങ്കിൽ വോട്ട് കൂടുതൽ വരിക എന്നുള്ള ആൾക്കാണല്ലോ മേയർ സ്ഥാനം പോവുക എന്നുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു, അതായത് 4 പേര് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മേയർ സ്ഥാനത്തേക്ക് 4 പേര് ഇത് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടാവുക? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, KPCC അതിൻ്റെ അത് കൃത്യമായ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വോട്ടെടുപ്പ്, ഒന്നിലധികം ആളുകൾ വന്നാൽ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുക. അഭിപ്രായ വോട്ടെടുപ്പ് നടത്തേണ്ടത് KPCCയുടെ നിരീക്ഷകൻ്റെ നേതൃത്വത്തിൽ നടത്തണം. ആ അഭിപ്രായ വോട്ടെടുപ്പ് തന്നെ അവർക്ക് സ്വതന്ത്രമായി രഹസ്യമായി ചെയ്യാനുള്ള ഒരു അവസരം കൂടി നൽകണം. അങ്ങനെ കിട്ടുന്ന വോട്ടിൽ ഏറ്റവും അധികം ആർക്കാണോ അവരാണ് മേയർ സ്ഥാനത്തേക്ക് വരേണ്ടത് KPCCയുടെ നിർദ്ദേശപ്രകാരം. അങ്ങനെ ആണെങ്കിൽ, ഇപ്പോൾ കണക്കുകൾ എനിക്കറിയില്ല, ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ല, എന്നോട് ആരും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമില്ല. പക്ഷേ അങ്ങനെ കോർ കമ്മിറ്റിയിൽ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? പക്ഷേ കോർ കമ്മിറ്റി അവസാനം വിളിച്ചില്ല. ഈ കണക്കുകളുടെ കാര്യം പറയാൻ വേണ്ടി ഒരു ശരിക്കും ഫൈനലി കോർ കമ്മിറ്റി വിളിക്കുമെന്നായിരുന്നു ഷിയാസ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു കോർ കമ്മിറ്റി വിളിച്ചിട്ടില്ല. വിളിച്ചാൽ മാത്രമേ, ഞാനിപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കണക്കുകളെ പറ്റിയൊന്നും വലിയ ബോധ്യമില്ല. ഇപ്പോൾ അവർ പറയുന്നത് വാസ്തവമാണെങ്കിൽ ഏറ്റവും അധികം കിട്ടിയിരിക്കുന്നത് ഷൈനി മാത്യു ആണ് 5 വർഷക്കാലത്തേക്ക് മേയറാകേണ്ടത്. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് പറയുമ്പോഴും DCCക്ക് അതിനൊരു ഉത്തരവാദിത്വമില്ലേ? അതിന് മറുപടി പറയേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമില്ലേ? ഇപ്പോൾ KPCCയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല, KPCC നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അല്ല, മറുപടി പറയട്ടെ. അത് DCC ആണല്ലോ പറയേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. അത് അവർ KPCC നേതൃത്വവും DCCയും അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കട്ടെ. അപ്പോൾ അത് മാനദണ്ഡത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അത് മാത്രമല്ല, എനിക്ക് പിന്തുണ കുറവായിരുന്നു എന്ന് പറഞ്ഞതിന് മാത്രമാണ് ഞാൻ മറുപടി പറയുന്നത്. അല്ലാതെ മറ്റുള്ള കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല. അല്ല, CPM കൂടി പ്രബലനായിട്ടുള്ള പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മാമിനെതിരെ ഇവിടെ ഉള്ളത്. ജോർജ് നാനാട്ട് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഒരു ചെറിയ മത്സരാർത്ഥിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അവരെയും കവച്ച് വെച്ചിട്ട് വലിയ ഭൂരിപക്ഷത്തോടെ വന്നിരിക്കുന്ന ഒരാളെ പിന്തുണയില്ല എന്ന് പറയുന്നതിനോട് അതിനോട് ലോജിക്കില്ലായ്മയില്ലേ? അതല്ല, പിന്തുണയില്ല എന്ന് അവർ പറയുന്നത് പാർലമെന്ററി പാർട്ടി പിന്തുണയില്ല ആണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. പാർലമെന്ററി പാർട്ടിയിലെ പിന്തുണ അറിയണമെങ്കിൽ ഒരു അഭിപ്രായ വോട്ടെടുപ്പ്
മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി നടത്തണമായിരുന്നു. അങ്ങനെ നടന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നടന്നില്ല. ഇനി ഫൈനൽ തീരുമാനം എന്താണ്? മേയർ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടെ പാർട്ടി റിവൈസ് ചെയ്താൽ? ഇല്ല, അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഡിവിഷനിലെ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമുണ്ട്, KPCCയുടെ ഉത്തരവാദിത്തമുണ്ട്. ഇത് രണ്ടും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അതിനപ്പുറമായി മറ്റൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. തഴയപ്പെട്ടു എന്നൊരു തോന്നലുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ അതിലും എത്രയോ മഹത്തരമായ ഒരു പോസ്റ്റിലാണ് പാർട്ടി എന്നെ നിർത്തിയിരിക്കുന്നത്. അതെത്രത്തോളം വലുതാണ് എന്നുള്ളത് എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാകും. കാരണം പാർട്ടിയിൽ കാലങ്ങളോളം പ്രവർത്തിച്ചിട്ടും ഒരു പോസ്റ്റും കിട്ടാതെ, ഒരു പാർലമെൻ്ററി രംഗത്ത് മത്സരിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ശക്തിയാണ് ഇന്നും ഈ പാർട്ടിക്കുള്ളത്. അങ്ങനെയുള്ള എത്രയോ പേർ പുറത്തു നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയതെല്ലാം വലുതാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. പ്രധാനമായുമുള്ള പരാതി KPCC മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് തന്നെയാണ്. ആ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അത് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് DCC ആണ് ഇങ്ങനൊരു അന്തിമ തീരുമാനത്തിൽ എത്തിയതും. അതുകൊണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ DCC ആണ് തീരുമാനമെടുക്കേണ്ടത്.